everyone. We don't just celebrate a year gone by, we celebrate the dreams, dedication, and the vibrant spirit of our community. From academic triumphs to artistic flair, tonight is about honoring every milestone. Ladies and gentlemen, get ready to watch fantastic performances of our children. Hold your breath and watch the rhythmic movements of our students. Of course, they will create poetry on stage and take you to an imaginary world. Yes, claps are the best motivation that you could give to our young lads. So, with wasting further time, let's watch out. Now it's time to watch the cute and chubby dance steps of our very adorable students of LKG.
you, little ones. It was a really peaceful part. പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ മലയജ സുരഭില പുളകിത നിമിഷമിതേ നീതാ മനസ്സിജ മധുകണ മനുപമരത്തിലതികേ മലയജ സുരഭില പുളകിത നിമിഷമിതേ നീതാ മനസ്സിജ മധുകണ മനുപമരത്തിലതികേ മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവാ എൻ മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ നിൻ പൊൻചിരിത്തേൻ മഞ്ചരി വാ 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 സഖി വാ മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ അധരമൃത ജലശേഖരം നയൻ മദന ശിശിരാവൃതം ചിരിമണിയിൽ ചെറുകിളികൾ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ മണിത്തുമ്പപ്പൂവിൻ തേനും തായോ
പുലരിമഴ കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടനാൾ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടനാൾ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം കന്നി പെണ്ണെ കൺകടലി തേങ്ങെ കണ്ടവാടി കട്ടറുത്ത പട്ടുനിലാവേ കനവിൻ തോണി കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുഴഞ്ഞോളെ ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും മേഘപ്പഴങ്കുകൊണ്ട് മാനത്ത് കോട്ടയ്ക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കുട്ടിയും പത്തല മക്കളാറാടേ സുത്ത പത്തലാറാടേ பட்டி டிங்கரிங் செய்யாத கெட்ட பொம்மல என் நம்பி ஏமாந்த கூடாத தாராத கூடாத இந்த நக்கின புறாதே அந்த சுத்தன புறாதே நீ எத்தனை குச்சாலும் இந்த பட்டினி கூடாதே என்ன நாட விட்டு பாக்குறீங்களா அடே Nice. ஐயோ ஜானிக்கு வாய்ஸ் பா அழகிய லைலா அவள் இவளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அடடா பூவின் மாநாடா அழகுக்கு இவள் தான் தாய்நாடா
ചെമ്പരുന്തിന്റെ കണ്ണുചല ചലകി പാട്ട് കണ്ണുചല ചലകി പാട്ട് കാക്കമലയിലെ കാക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മണന്നേ നാടൻ കാത്തു കിതച്ചോടും രാത്രിറമ്പിൽ കൂടം കാട്ടുകരിമ്പേ താനകർ 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 താതിരുന്നോ താനകർ 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 താതിരുന്നോ കാക്കമലയിലെ കാക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ തേരോട്ടം തേരോട്ടം തേരോട്ടം
മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ. പേരിമ്പത്തനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കും കിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു മുത്തൊരു കണ്ണാടേ നിന്റെ പേനൊപ്പം വിളിച്ചിരുന്ന് ഞാനൊരു തുണച്ചിടുമെന്ന് മുത്തേ മോഹബത്തിന്റെ സത്തേ പുന്നാരക്കുട്ടി പത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു ദേവി നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു ദേവി മാനാലം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടി ചെന്നി കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ
when you give someone with your spirit and in return they give your soul with their hearts. Now, are you ready to watch something special? Do you guess what it is? ചടുല താളങ്ങളുടെ അകമ്പടി കൂടി ഒരു പവർ പാക്ക് പെർഫോമൻസുമായി ദാ വരുന്നു സെന്റ് ജോസഫ് സ്കൂളിന്റെ ചൂണകുട്ടികൾ. Let me invite the rocking boys for the wonderful performance.
അടുത്ത പ്രോഗ്രാമിന് മുന്നേ നമുക്കൊന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ആർക്കാണെന്നറിയോ? നമ്മുടെ ഇന്നത്തെ മിന്നും താരം, നമ്മുടെ എല്ലാവരും റോൾ മോഡലായിട്ടുള്ള ജോബി മാഷിനെയാണ്. ജോബി മാഷിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗിഫ്റ്റ് നൽകുന്നത് നമ്മുടെ ഈ വർഷത്തെ SSLC ബാച്ചിലെ ദ ടീം നൊമാഡിയോക്സ് ആണ്. ഞാൻ അതിലൊരു റെപ്രസെൻറ്റേറ്റീവിനെ വിളിക്കുകയാണ്. ഇവർ വരച്ചിട്ടുള്ളൊരു സ്റ്റെൻസിൽ ഡ്രോയിങ് ആണ്. ലെറ്റ്സ് ഗിവ് എ ബിഗ് ഹാൻഡ് ഓഫ് അപ്ലോസ്. രണ്ട് വാക്ക് പറയുന്നതിന് ഇത് ഞങ്ങളുടെ നൊമാഡിക്സ് ഗ്രൂപ്പിൻ്റെയാണ്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച മാഷാണല്ലോ, അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടാവും. കാരണം ഇതിപ്പോൾ തന്നെ ഞാൻ വരച്ചാണ്, എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് മുന്നേ വരച്ചാണ്, ഇവിടെ വെച്ച് തന്നെ വരച്ചത്. അപ്പോൾ അതിൻ്റെ ചെറിയ പോരായ്മകളുണ്ടാവും, ക്ഷമിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു വെരി മച്ച്. കൃഷ്ണപ്രയാഗിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണപ്രയാഗിൻ്റെ പല കഴിവുകളും ഇതുപോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓരോരുത്തരെയും ഇതുപോലെ ഇവിടെ കലാപരിപാടികളിൽ അവതരിപ്പിക്കുന്ന ഓരോരുത്തരും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. So thank you, the team Nomadiots. Jofin, do you have an Instagram account? ഇപ്പം എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഇതൊന്നുമില്ലാത്ത ആരാണ് ഇക്കാലത്തുള്ളത്? ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇതെല്ലാം എനിക്കുമുണ്ട്. ലോകം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയെന്ന് പറയാം, അല്ലേ ജോഫിൻ? അങ്ങനെയും പറയാം. അതേ വേഗത്തിനൊപ്പം പായുന്ന പുതുതലമുറയ്ക്ക് ഒരു മികച്ച സന്ദേശവുമായി എത്തുന്നു നമ്മുടെ UP-യിലെ കൂട്ടുകാർ. എൻ്റെ പേര് രഹന. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കും കിട്ടി. എന്താണെന്നല്ലേ, ഒരു മൊബൈല്. പക്ഷേ അതെന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലാ. എനിക്കൊരു ഉത്തരം വേണം. അത് നിങ്ങളുടെ കയ്യിലാ. മോളുടെ ഡാൻസും പാട്ടൊക്കെ ഞാൻ കാണാറുണ്ട്, നല്ല രസമുണ്ട്. എനിക്കുറപ്പാ മോൾ ഉയരങ്ങളിലെത്തും. உயிரோடு உயிராக உறவாடும் அழகே, பனியோடு
ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിച്ച നാളുകൾ, അഭിനന്ദനങ്ങളും ആശംസകളും കൊണ്ട് മൂടിയ സുവർണ നിമിഷങ്ങൾ. പക്ഷേ ആ സന്തോഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്കെതിരെ ആദ്യ കമന്റ് വന്നു. ഇത്ര ചെറുപ്പത്തിൽ ഇതൊക്കെ വേണോടി മോളെ? നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അവളുടെ ഒരു അഴിഞ്ഞാട്ടം. മുന്നേ ആരാൻ പോണേ തീയാട്ടാൻ കോമരം പിന്നേ ഞാനേ തന്നെ കണ്ടാരങ്കാവേ ചേരുന്നേ കണ്ണീരിക്കൊണ്ടേ കൊള്ളും മുന്നേ ദിവസേന അത്തരം പ്രതികരണങ്ങളുടെ തോത് കൂടിക്കൂടി വന്നു. മുന്നോട്ട് പോകാനുള്ള എന്റെ മനോധൈര്യത്തെ അവ വലിഞ്ഞു മുറുക്കി. താങ്ങും തണലുമായി കൂടെ നിന്ന് എന്റെ കുടുംബത്തെ ഒന്നാകെ അവ മൃഗീയമായി വിഴുങ്ങാൻ തുടങ്ങി. നിങ്ങളൊന്ന് പറഞ്ഞതാ, അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിയപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഞാൻ ജീവിക്കണോ അതോ മരിക്കണോ? അല്ലെങ്കിലും ഞാൻ എന്തിനു മരിക്കണം? ചോർന്നുപോയ ശക്തി വീണ്ടെടുത്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുള്ളപ്പോൾ നിങ്ങൾ എനിക്കെതിരെ തൊടുക്കുന്ന ശരവർഷങ്ങളെ ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ തോറ്റുകൊടുക്കില്ല. സൈബർ ബുള്ളിംഗ് നേരിടുന്നവർക്ക് പുതുജീവൻ നൽകാൻ, പുറകെ വരുന്ന 1000 പേർക്ക് മനോധൈര്യം പകരാൻ, നിങ്ങൾ തൊടുക്കുന്ന അമ്പുകളെ വകഞ്ഞു മാറ്റി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഞാൻ ജീവിക്കും, ഇതെന്റെ വാക്കാണ്. Thank you guys for your wonderful message. ഇത്രയും നല്ലൊരു സന്ദേശം തന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു കൈയടി കൊടുക്കാൻ തോന്നിയില്ലേ? എല്ലാവർക്കും ഒരു വലിയ കൈയടി കൊടുത്തോടെ? താങ്ക് യു.
സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം 1-2 പ്രത്യേക അറിയിപ്പുകൾ നൽകുന്നതിനായി ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററെ സാദരം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൻ്റെ 140-ാം വാർഷികം ഏറ്റവും ഗംഭീരമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ 140 വർഷത്തെ പാരമ്പര്യം അത് സമീപത്തെ മറ്റ് വിദ്യാലയങ്ങൾക്കൊന്നും ഇല്ലാത്തതാണ്. ഒപ്പം തന്നെ പരിശുദ്ധ കർമ്മലമാതാവിൻ തിരുമുറ്റത്ത് സെൻറ്റ് ജോസഫിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൽ നിരവധി മഹൽ വ്യക്തികളെ വാർത്തെടുത്തിട്ടുള്ള ഈ വിദ്യാലയത്തിന് ഇനിയും നമുക്ക് പുതിയ തലമുറകളെ വേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന KG സെക്ഷൻ ഇവിടെയുണ്ട്. നാളെ 2 മണിക്ക് KG സെക്ഷൻ്റെ ആനുവൽ ഡേ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടാടുകയാണ്. ആ വാർഷികാഘോഷത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തെ പറ്റി 2 വാക്കുകൂടിയും പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ LSS പരീക്ഷയിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുത്ത വിദ്യാലയമാണ് നമ്മുടെ സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ. അതോടൊപ്പം തന്നെ അതിരൂപത കോർപ്പറേറ്റ് കീഴിൽ 71 വിദ്യാലയങ്ങളിൽ നമ്മുടെ സെൻറ്റ് ജോസഫ് 3-ാം സ്ഥാനത്താണ് ഉള്ളത്. നമ്മുടെ LP വിഭാഗം വിദ്യാർത്ഥികൾ അതിരൂപത തലത്തിൽ ഈ വർഷം നടന്ന കോർപ്പറേറ്റ് പരീക്ഷയിൽ 3-ാമത്തെ സ്ഥാനത്ത് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ LSS പരീക്ഷയിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുത്ത വിദ്യാലയം കൂടിയാണ് ഇത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഏത് വിദ്യാലയങ്ങളും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ വൈവിധ്യങ്ങളുള്ള ഇവിടെ KG സെക്ഷൻ മുതൽ 10-ാം ക്ലാസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ മലയാളം മീഡിയം ക്ലാസ്സുകളും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും ഉണ്ട്. ചില കുസൃതികൾ ഉണ്ടെങ്കിലും ആ കുസൃതികൾ വിദ്യാർത്ഥികളെ മികച്ചതാക്കി തന്നെയാണ് ഈ വിദ്യാലയത്തിൽ നിന്നും പറഞ്ഞയക്കാറുള്ളത്. എല്ലാം തെളിഞ്ഞ വിദ്യാർത്ഥികളെ മാത്രമല്ല ഈ വിദ്യാലയം അഡ്മിഷൻ നടത്തുന്നത്. ഈ വിദ്യാലയത്തിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ചോദിച്ചു വരുന്ന ആരെയും നമ്മൾ നിരാശരാക്കാറില്ല. അവരുടെ കുസൃതികളെ മാറ്റിയെടുത്തുകൊണ്ട് നല്ലവരാക്കി ഈ തിരുമുറ്റത്ത് നിന്ന് പറഞ്ഞയക്കാനാണ് ഇവിടെയുള്ള അധ്യാപകരും അനധ്യാപകരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും അക്ഷീണം പ്രയത്നിക്കുന്നത്. അവരെ ഏവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ വിദ്യാലയത്തിലേക്ക് നിങ്ങളുടെ പൊന്നോമനകളെ അടുത്ത വർഷത്തേക്ക് ചേർക്കണം. അതിൻ്റെ ആദ്യപടിയായി KG സെക്ഷൻ ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ നമ്മുടെ സെൻറ്റ് ജോസഫ് KG സ്കൂൾ ഏറ്റവും മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ വാർഷികാഘോഷം നാളെയാണ്. തുടർന്നും നമ്മുടെ KG സെക്ഷനിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്നും പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. Thank you, sir, for your wonderful messages. കാതറിൻ, അടുത്തത് നമ്മുടെ സ്റ്റേജിൽ നടക്കാൻ പോണ തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. എനിക്കറിയാം, യോഗയല്ലേ? ഭാരതീയ സംസ്കാരം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവന. മനുഷ്യനും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണിത്. ലെറ്റ്സ് വാച്ച് ഔട്ട്.
Thank you, friends, for your amazing skills. Darkness cannot be defeated by darkness. Only light can defeat the darkness. No darkness can prevent the light from shining. Yes, of course. നമ്മിലെ വെളിച്ചവും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതാകട്ടെ. Now, let's wait and see the sparkling dance performance. ഈ സ്നേഹത്തിന്റെ നറുദീപം ഒരിക്കലും അണയാതിരിക്കട്ടെ. Thank you so much for the dazzling performance. നൃത്ത താളലയ നൂപര ധ്വനികളുമായി ഈ വേദിയെ ധന്യമാക്കാനായി എത്തുന്നു ഹൈസ്കൂൾ ഗേൾസ്. Let's invite the energetic girls for an amazing performance. ഈ അവസരത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഗേൾസിൻ്റെ ഡാൻസിന് മുൻപായി നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ നന്ദി പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടികൾക്ക് ഔദ്യോഗികമായി നന്ദി പറയുന്നതിന് വാർഷികാഘോഷങ്ങളുടെ ജനറൽ കൺവീനറായ സോഫി ടീച്ചറെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
എല്ലാ കുട്ടികളും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എൻ്റെ കടമ. നമുക്കറിയാം, സംസ്ഥാന കലാമേള തൃശ്ശൂർ നടക്കുമ്പോഴും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നമ്മുടെ വിദ്യാലയത്തോടുള്ള സ്നേഹം കൊണ്ട് ഈ വിദ്യാലയത്തിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് ഇന്നത്തെ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മണലൂർ MLA കൂടിയായ ശ്രീ മുരളി പെരുന്നെല്ലി അവർക്ക് വിദ്യാലയത്തിൻ്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ജോയ് അടമ്പുകുളം അച്ഛൻ, റിട്ടയർ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോബി മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു. ആശംസകൾ അർപ്പിക്കുകയും അതുപോലെ തന്നെ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിക്കുകയും ചെയ്ത വെരി റവറൻഡ് ഫാദർ ജോയ് അടമ്പുകുളം അച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. SSLC വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ്, അതായത് നമ്മുടെ വിദ്യാലയത്തിൽ SSLC പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ സംസാരിച്ച പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ശ്രീ ശിവജി ഗുരുവായൂരനും സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വാർഷികാഘോഷ പരിപാടികൾക്ക് അധ്യക്ഷപദം അലങ്കരിച്ചത് വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ഗ്രേസി ജേക്കബ് ആണ്. ഏറെ തിരക്കുകൾ ഇന്നുണ്ടായിരുന്നു എന്ന് ഗ്രേസി ഇവിടെ വന്ന് പറയുകയുണ്ടായി. എന്നാലും നമ്മുടെ ഔദ്യോഗികമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബിനും സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്കറിയാം, ഒരു എയ്ഡഡ് വിദ്യാലയത്തെ സംബന്ധിച്ച് ആ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മാനേജ്മെൻ്റാണ്. ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ കൂടിയായ റവറൻഡ് ഫാദർ ജെയ്സൺ തെക്കുംപുറമച്ചൻ രാവിലെ മുതൽ ഈ സമയം വരെയും നമ്മളോടൊപ്പമാണ്. എല്ലാ കാര്യങ്ങൾക്കും വിദ്യാലയത്തിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ജെയ്സൺ തെക്കുംപുറമച്ചനെ സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്റർ. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ മാഷ് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നുപോയെങ്കിലും വിദ്യാലയത്തിൻ്റെ എല്ലാ ഉയർച്ചകളിലും വിദ്യാലയത്തിനൊപ്പം നിന്നുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് നൽകി ഈ ആഘോഷ പരിപാടികൾ ഏറ്റവും നല്ല രീതിയിലാക്കാൻ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഷി പോൾ മാസ്റ്റർക്കും ഏറെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. എൻഡോമെൻ്റ് വിതരണം നടത്തി നമ്മളോടൊപ്പം ഈ സമയം വരെയും ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ അവർക്കും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രമീള PS നമ്മുടെ കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടും സമ്മാന വിതരണം നിർവഹിച്ചു. അവർക്കും സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ PTA ഏറ്റവും കൂടുതൽ ഈ വിദ്യാലയത്തിൽ നമുക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഈ സ്കൂളിനെ നല്ല രീതിയിൽ നടത്താനായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു PTA കമ്മിറ്റിയാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഏറെ വർഷങ്ങളായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. PTA പ്രസിഡന്റ് ശ്രീ KO ജോസ് അവർക്കും MPTA പ്രസിഡന്റ് ജോളി സ്റ്റീഫനും മുഴുവൻ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ PTA റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാ തരത്തിലും നമുക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ PTA അംഗങ്ങൾക്കും ഈ സമയം നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ സ്കൂളിലെ രക്ഷിതാവുമായ അംബിക ജോജൻ
അതുപോലെ സെൻറ് മേരീസ് LP സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ജൂലി ജോസ് കിഴക്കൂടൻ. നമ്മുടെ സ്കൂളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകമായ രീതിയിൽ കൗൺസിലിംഗ് നൽകി നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഹോളി ഫാമിലി കോൺവെൻറ്റ് മദർ സുപ്പീരിയർ കൂടിയായ സിസ്റ്റർ വത്സ ആൻഡോ, അതുപോലെ പരിശുദ്ധ കർമ്മല മാതാവിൻ ട്രസ്റ്റി, ഇപ്പോഴത്തെ നടത്തുകൈക്കാരൻ കൂടിയായ നമ്മുടെ വിദ്യാലയത്തിലെ മാഷ് കൂടിയായിരുന്ന സ്റ്റീഫൻ മാഷ്ക്കും, റിട്ടയേർഡ് അധ്യാപക പ്രതിനിധിയായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ CR മാത്യു മാഷ്ക്കും, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡൻ്റായി ഇപ്പോൾ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പർ കൂടിയായ മണികണ്ഠൻ മഞ്ചറമ്പത്തിനും, അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഷൈജി ടീച്ചർ, സിജോൺ, അതുപോലെ നമ്മുടെ സ്കൂൾ ലീഡർ ആര്യദർശ് ഭൂപതി, ഇവർക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഫസ്റ്റ് അസിസ്റ്റൻറ്റ് ജിസി പോൾ ടീച്ചറെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഒരു മാസത്തോളമൊക്കെ ഹെഡ് മാഷ് ലീവിലായിരുന്ന സമയത്ത് സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ടീച്ചർക്ക് ഇവിടെ നടത്താൻ സാധിച്ചു. അപ്പോൾ ടീച്ചറുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങൾക്കും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനും ടീച്ചർക്കും ഏറെ സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് വളരെ കുറച്ച് വർഷം മാത്രം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോബി മാസ്റ്റർക്കാണ്. 27 വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം അധ്യാപന ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മാഷ്ക്ക് ഒരുപാട് ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ഏറ്റവും കൂടുതൽ മാഷെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മാത്സ് എനിക്കും UP ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന കുട്ടിക്ക് മാത്സ് മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം മാഷ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ക്ലാസ് തുടങ്ങണേക്കാൾ മുമ്പ് മാഷ് എല്ലാ കുട്ടികളെയും എണീപ്പിച്ച് നിർത്തി 1 മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയും. അത് എല്ലാവരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെയും എല്ലാ കുട്ടികളുടെയും ഒരു കോൺസെൻട്രേഷൻ ആ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചേരാൻ അത് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് നന്മകളും അതുപോലെ തന്നെ സേവനങ്ങൾക്കും ഉടമയായ, ഒരുപാട് ഡിസിപ്ലിനായിട്ട് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന, ഞങ്ങളിൽ നിന്നും ഈ വർഷം റിട്ടയർ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് പടിയിറങ്ങുന്ന പ്രിയപ്പെട്ട ജോബി ജോൺ മാസ്റ്റർക്കും ഏറെ സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ കലോത്സവ ആഘോഷ പരിപാടികൾക്ക് വിവിധ കമ്മിറ്റികളുടെ വളരെ ശക്തമായ ഒരു ഏകോപനത്തിലൂടെയാണ് ഇത്രയും നല്ല രീതിയിൽ ഈ ആഘോഷ പരിപാടികളെല്ലാം നടത്താൻ സാധിച്ചിട്ടുള്ളത്. വിവിധ കൺവീനർമാരായ കവിത ടീച്ചർ, ഷൈജി ടീച്ചർ, അനില ടീച്ചർ, ഡാലി ടീച്ചർ, ബിയാട്രിസ് ടീച്ചർ, ലോറൻസ് മാഷ്, സിൽജ ടീച്ചർ, ഷിജിമോൾ ടീച്ചർ, ബിന്ദു ടീച്ചർ, ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഈ സമയം ഏറെ വിലമതിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും നമ്മുടെ മാതാപിതാക്കളും നമ്മളോടൊപ്പം ചേർന്ന് നിന്നു. സ്കൗട്ട്, ഗൈഡ്, റെഡ് ക്രോസ്, JRC ഇവരുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ഈ സമയം വരെ ഉണ്ടായിരുന്നു. അതുപോലെ ബാൻഡ് സെറ്റ് നമ്മളോടൊപ്പം ഈ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടുന്നതിന് അവരുടെയും സേവനം നമുക്ക് സഹായകമായിരുന്നു. വളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ തന്നെ കുറേ ദിവസങ്ങളായി ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന PTA എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ജോബിയേട്ടനെ ഈ സമയം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അതുപോലെ LED വോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടന്മാർ, യൂട്യൂബ് ചാനൽ ലൈവായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നല്ല രീതിയിൽ ലൈറ്റ്, സൗണ്ട്, സ്റ്റേജ് സംവിധാനങ്ങൾ ഒരുക്കി തന്ന എല്ലാവർക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ആഘോഷ പരിപാടികൾ ഇത്ര മനോഹരമാക്കാൻ ഞങ്ങൾക്ക് താങ്ങായി ഞങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് വരെയും ഇവിടെയുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്ത ഒരു പരിപാടിയോടുകൂടി നമ്മുടെ
ഇന്നത്തെ വാർഷിക ആഘോഷ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. 8ഉം 9ഉം ക്ലാസ്സുകൾ ചേർന്ന് അണിയിച്ചൊരുക്കുന്ന അതിമനോഹരമായ ബ്രേക്ക് ഡാൻസോടുകൂടിയാണ് ഏനാമക്കൽ സെൻറ്റ് ജോസഫ് ബോയ്സ് സ്കൂളിൻ്റെ 140ാം വാർഷിക ആഘോഷത്തിന് തിരശ്ശീല വീഴുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ ഇത്ര നേരം കലാ ആസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ഓർക്കണം, നമ്മുടെ കസേരകൾ, ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളൊക്കെ ഒന്ന് ചിട്ടയായി അടക്കി വെച്ചിട്ട് വേണം പോകാൻ. നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഈ മൈക്കിയുമായി പ്രത്യക്ഷപ്പെട്ടത്. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അവസാന ഡാൻസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി 140ാം വാർഷിക ആഘോഷത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി PTA എക്സിക്യൂട്ടീവിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്നേഹോഷ്മളമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നൃത്ത താളലയ നൂപുര ധ്വനികളുമായി ഈ വേദിയെ ധന്യമാക്കാനായി എത്തുന്നു ഹൈസ്കൂൾ ഗേൾസ്. Let's invite the energetic girls for an amazing performance. ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താഴേന്റെ കൂടെ നിഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നിഞ്ഞിരിക്കുന്നു. കമലദളം നടന്നാൽ പുലരിമഴ, കടമഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. കടമഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം.
മിഴിമുന നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു മിഴിമുന നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു താരസരം കൈവളകൾ കൂടെ വരും നീ മദനശരം പോലെ വരാം ഞാൻ പകരാം വന്നാലെല്ലാം ഞാൻ Thank you girls for your energy boosting performance. ഈ അവസാനത്തെ ഡാൻസിന് എല്ലാവർക്കും ഒരു വലിയ കൈയടി കൊടുത്താലോ? ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ മനോഹരമാക്കാൻ സഹായിച്ച എനർജറ്റിക്കും അടിപൊളിയുമായ ഡാൻസ് പെർഫോമൻസുമായി നമ്മുടെ മുന്നിലെത്തിയ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി. എല്ലാ പ്രോഗ്രാമുകളും കണ്ട് ആസ്വദിക്കാൻ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ. ഏനമക്കൽ സെൻറ് ജോസഫ് വിദ്യാലയത്തിൻ്റെ വാർഷിക ആഘോഷങ്ങളെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സാമീപ്യം കൊണ്ട് ധന്യമാക്കിയ എല്ലാവർക്കും വിദ്യാലയത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദേശീയഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल वंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे